ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി മ്യൂട്ടഡ് ആയിരുന്നു. ക്ലോസിംഗ് ഒക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ്. ഇന്നലെ ഡൗ ജോൺസ് 62.3 പോയിന്റ് വീക്കായിട്ടും, അതുപോലെ തന്നെ S&P 500 19.27 പോയിന്റ് വീക്കായിട്ടും, നാസ്ഡാക്ക് 20.57 പോയിന്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വിക്സ് 13.74 തന്നെയാണ്. കഴിഞ്ഞ ദിവസം അത് 13.75 ആയിരുന്നു. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേബിൾ മാർക്കറ്റിനെ തന്നെയാണ്. പക്ഷേ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു വൊളാറ്റിലിറ്റി അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. വ്യാഴാഴ്ചയാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് പുറത്തു വരുന്നത്. ഇത് ഇൻഫ്ലേഷൻ്റെ ഇൻഡിക്കേഷനാണ്. PCE ഇൻഡെക്സ് ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരിക്കുന്നുള്ള ഒരു വിശ്വാസമാണ് അമേരിക്കയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച വരെ വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇതിൻ്റെ ഡാറ്റ പുറത്തു വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ GDP ഡാറ്റ വരുന്നുണ്ട് വ്യാഴാഴ്ച. ഒപ്പം അമേരിക്കയുടെ Q4 GDP ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേജർ ഡാറ്റകൾ തന്നെയാണ് ഈ മാർക്കറ്റിൽ ഈ ആഴ്ചയിലത്തെ അട്രാക്ഷൻ. നമ്മളിനി യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മെജോറിറ്റി വീക്കായിട്ടാണ് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏഷ്യ നോക്കുകയാണെങ്കിൽ ചൈന നമ്മളൊക്കെ താഴെയായിരുന്നു. പക്ഷേ ജാപ്പനീസ് മാർക്കറ്റ് വീണ്ടും പുതിയ 34 ഇയർ ഹൈ ഹിറ്റ് ചെയ്തതിനു ശേഷമുള്ള പുതിയ റെക്കോർഡ് ഹൈ 39,420 ഹിറ്റ് ചെയ്തതിനു ശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നും ജാപ്പനീസ് മാർക്കറ്റ് 39,150 ലെവലിലാണ് നിക്കായി ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ജാപ്പനീസ് മാർക്കറ്റിലുള്ളത്. ഇനി കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഗോൾഡ്, അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ലെവൽ തന്നെയാണ്, ഇന്നലത്തെ ലെവൽ തന്നെയാണ്. ഗോൾഡ് ഫ്യൂച്ചേഴ്സ്, ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $242.2 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $81.61 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ വീക്കായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിലെ ജാനുവരി മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. 1.9% ആണ്. എക്സ്പെക്ട് ചെയ്തിരുന്നു 1.8% ആയിരുന്നു. അതുപോലെ തന്നെ ഫ്യൂവലും ഫുഡും മാറ്റി വെച്ചിട്ടുള്ള കോർ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ 2% അപ്പോൾ ഇൻഫ്ലേഷനൊക്കെ അണ്ടർ കൺട്രോൾ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ജാപ്പനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. നമ്മളെ സംബന്ധിച്ച് മേജറായിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് എന്ന് പറയുന്നത് വോഡാഫോണിൻ്റെ ബോർഡ് മീറ്റിംഗ് ആണ്. പുതിയ പാർട്ട്ണർ, ഇക്വിറ്റി പാർട്ട്ണർ കൊണ്ടുവരുന്നുള്ള പല റൂമേഴ്സും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ക്ലോസ്ലി വാച്ച് ചെയ്യാം. പുതിയ വലിയ ഏതെങ്കിലും ഇക്വിറ്റി പാർട്ട്നേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വോഡാഫോണിലൊരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർഡ് മോട്ടോഴ്സ് വീണ്ടും ഇന്ത്യയിലേക്ക് റീ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ടാറ്റ മോട്ടോഴ്സായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. JV ആണ് പ്ലാൻ ചെയ്യുന്നത്. ഡിസ്കഷൻ സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈബ്രിഡ് EV വെഹിക്കിളായിരിക്കും ഫോർഡ് ഇവിടെ കൊണ്ടുവരുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. NTPCയുടെ സബ്സിഡറി NTPC മൈനിങ് ലിമിറ്റഡ് 100 മില്യൺ മെട്രിക് ടൺ കോൾ പ്രൊഡക്ഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 5 കോൾ മൈനുകളാണ് NTPCക്കുള്ളത്. തെർമൽ പവറിന് കോളാണ് റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. NTPCനെ സംബന്ധിച്ചതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വെരാന്ത ലേണിംഗ് സൊല്യൂഷൻസ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് വന്നിരിക്കുകയാണ്. ഇവിടെ എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനാണ് കാംബ്രിഡ്ജിൻ്റെ സഹായത്തോടു കൂടിയിട്ട് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. CG പവറും ജപ്പാൻ്റെ റെനേസാസ് ഇലക്ട്രോണിക് കോർപ്പറേഷനും ടൈപ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. സെമി കണ്ടക്ടർ പാക്ക് പ്രൊജക്റ്റിന് വേണ്ടിയാണ്. CG പവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഓൾറെഡി മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് CG പവറിൻ്റെ സെമി കണ്ടക്ടർ എൻട്രിയൊക്കെ. അപ്പോൾ ഇന്നത്തെ ലെവലിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും പൊതുവെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. L&Tയുടെ റെയിൽവേ ഡിവിഷന് ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട് ഓഫ് ഇന്ത്യ ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് L&Tനെ സംബന്ധിച്ച്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ ധൈര്യമായിട്ട് വാങ്ങി വയ്ക്കാവുന്ന ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ് L&T. സ്പ്രേക്കിംഗ് അഗ്രോ എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ്, ഈ കമ്പനി ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ഓൾഡ് കമ്പനിയും കൂടിയാണ്. ഒപ്പം പലതരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ മേജറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന USA, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, സൗത്ത് ആഫ്രിക്ക, UAEക്കൊക്കെയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ന്യൂസാണ്. സ്പ്രേക്കിംഗ്
അഗ്രോ എക്യുപ്മെൻറ്റ് ലിമിറ്റഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, ലിക്വിഡിറ്റിയൊക്കെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇൻ്റഗ്രേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ് 1995 ഫോം ചെയ്തൊരു കമ്പനിയാണ്. 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കുക്കീസ് ബിസ്ക്കറ്റുകളൊക്കെയാണ് ഇവരുടെ പ്രൊഡക്റ്റ്. നല്ലൊരു കമ്പനിയാണ്. ഫുഡ് സെക്ടർ രംഗത്തു നിന്നുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. സെർവോടെക് പവർ സിസ്റ്റംസ് HPCLൻ്റെ കയ്യിൽ നിന്ന് 1500 നമ്പർ DC ഫാസ്റ്റ് EV ചാർജേഴ്സ് 1500 ഫാസ്റ്റ് ചാർജേഴ്സാണ് ബൈ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും സെർവോടെക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. NSEയിലാണ് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ള, BSEയിലല്ല. SME സെഗ്മെൻറ്റിൽ നിന്ന് മെയിൻ ബോർഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തൊരു കമ്പനിയും കൂടിയാണ്. ഓൾറെഡി HPCLൻ്റെ ഓർഡർ വർത്ത് 102 കോടി രൂപയാണ്. കനറ ബാങ്ക് 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 10 രൂപയുടെ സ്റ്റോക്ക് 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയറുകളായിട്ട് മാറുകയാണ്. അഡാനി ഡിഫൻസ് 2 മെഗാ പ്രൊജക്റ്റുകൾ, ഫെസിലിറ്റികൾ UPയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്യൂണിഷൻസും അതുപോലെ തന്നെ മിസൈലുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ്. അഡാനി എൻ്റർപ്രൈസിനാണ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ ന്യൂസ്. യെസ് ബാങ്ക് കോൺസെൻട്രേഷൻ ക്വാളിറ്റിയിലായിരിക്കും, ക്വാണ്ടിറ്റിയിലല്ല. അതുപോലെ തന്നെ ഇപ്പോൾ അവർ റിട്ടേൺ ഓൺ അസറ്റ് 0.2% ഉള്ളൂ. അടുത്ത 2 വർഷത്തിന് റിട്ടേൺ ഓൺ അസറ്റ് 1%ലേക്കും അതുപോലെ 3 to 5 ഇയറിന് 1.5%ലേക്കും ഉയർത്തുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് അതിൻ്റെ MDയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള. യെസ് ബാങ്കിനെ സംബന്ധിച്ച് ലോങ് ടൈമിൽ പോസിറ്റീവാണ്. ജനറലി കമ്പനികളെ ROA വരുന്നത് അറൗണ്ട് 1.5-2% ഒക്കെയാണ് ഒരു ബെറ്റർ പെർഫോമൻസ് ഉള്ള കമ്പനികൾ വരുന്നത്. ഹയറുള്ള ധാരാളം കമ്പനികളുണ്ട്, പക്ഷേ യെസ് ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. CMS ഇൻഫോ സിസ്റ്റംസ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലെയും നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. പക്ഷെ ഇന്ന് പ്രൊമോട്ടർ എക്സിറ്റ് അടിക്കുകയാണ്. 360 രൂപയാണ് എൻ്റെ ബേസ് പ്രൈസ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആരാണ് പുതിയ ബയർ എന്നുള്ളതിനനുസരിച്ചായിരിക്കാം സ്റ്റോക്കിൽ മൂവ്മെൻറ്റ്. പക്ഷേ പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനാണ് ചാൻസസ് കൂടുതൽ. വിജയ് ശേഖർ ശർമ്മ PTM പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ബോർഡിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുകയാണ്. റീഷഫിൾ ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ബോർഡ്. PTMനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. PTM പേയ്മെൻറ്റ് ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരു പക്ഷേ RBI ഇത്തരത്തിലുള്ള റീഷഫ്ലിംഗ് കഴിഞ്ഞാൽ വീണ്ടും അപ്രൂവൽ കൊടുക്കുമെന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും പൊതുവെ പോസിറ്റീവ് ന്യൂസാണ്. പവർ മെക് പ്രൊജക്റ്റ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ റെക്ടിഫയർ, ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് ഈ കമ്പനികൾക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോയർ ആൻഡ് വെയിൽ 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പൊതുവെ മാർക്കറ്റിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ പൊതുവേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് വാച്ച് ചെയ്യുന്നതല്ലാണ്. അത് വ്യാഴാഴ്ച ഈ മന്തിൻ്റെ ഈ കോൺട്രാക്റ്റ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എൻ്റെ ചെയ്യുമ്പോഴേക്ക് 3000 ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നല്ല രീതിയിലുള്ള അക്യുമുലേഷനാണ് ഈ സ്റ്റോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ AB ക്യാപിറ്റൽ, ആദിത്യ ബിർള ക്യാപിറ്റലും പുതിയ ഒരു ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഇപ്പോഴത്തെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലത്തെ ആക്ടിവിറ്റീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ AB ക്യാപിറ്റൽ ഒരു മീഡിയം ടേമിലേക്ക് വാങ്ങുന്നത് നന്നായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒരു പക്ഷേ 210-220 റേഞ്ചിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. തീർച്ചയായിട്ടും ധാരാളം മറ്റു ന്യൂസ് ഫ്ലോസും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ വരാനുണ്ട്. വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ വളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാം. ഇതും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാം. മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാനത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.